ഫരീദാബാദിൽ കെമിക്കൽ ഫാക്ടറിയിൽ തീപിടുത്തം 42 പേർക്ക് പരിക്കേറ്റു. നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. PR അരവിന്ദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, ആരുടെയെങ്കിലും പരിക്ക് ഗുരുതരമാണോ? എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? അരവിന്ദ്. ഉന്മേഷ്, 10 പേരുടെ നില ഗുരുതരമെന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഹരിയാനയിലെ ഫരീദാബാദിലെ കെമിക്കൽ ഫാക്ടറിയിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയും ആ സ്ഫോടനം ഒരു തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്തത്. സെക്ടർ 24ലാണ് ഈ സംഭവം നടക്കുന്നത്. 42 പേർക്ക് ഈ തീപിടുത്തത്തിൽ പരിക്കേറ്റു എന്നതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ 10 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും ഇവർക്ക് മതിയായ ചികിത്സ നൽകി വരികയാണെന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം എന്തെന്ന് ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. ഒരു സ്ഫോടനം ഉണ്ടായി എന്നതാണ് ആദ്യം ആ ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. അതിനുശേഷമാണ് വലിയൊരു തീപിടുത്തം ഉണ്ടാവുകയും ഈ സമീപത്തുള്ള വാഹനങ്ങളടക്കം കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഫാക്ടറിക്ക് പുറത്തായി ഏകദേശം 30ഓളം ഡ്രമ്മുകളിൽ രാസവസ്തുക്കളും സൂക്ഷിച്ചിരുന്നു. ഇത് തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനും കാരണമായി. എന്തായാലും 42 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഇവർക്ക് ഇപ്പോൾ ചികിത്സ നൽകുന്നു. അതേസമയം 10 പേരുടെ നില ഗുരുതരമാണ്. ഉന്മേഷ്. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.